ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയുടെ താരം ആരാന്നറിയാമോ? വാഴയാണ് ഇന്നത്തെ റെസിപ്പിയുടെ താരം. അപ്പോൾ നമ്മൾ പച്ചയേത്തക്കായും വാഴപ്പിണ്ടിയും വെച്ച് അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. എന്നാൽ വീട്ടിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടി കുറച്ച് ഏത്തക്ക അവിടെ എടുത്തിരിക്കുന്നുണ്ട്. ഏത്തക്ക നല്ലപോലെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്കിത് 4 കഷ്ണമായിട്ട്, ആദ്യം 2ആയിട്ട് മുറിച്ച ശേഷം പിന്നെ വീണ്ടും 2ആയിട്ട്, അങ്ങനെ 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പുട്ടൊക്കെ ഇല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നാടൻ ഭക്ഷണം ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ചിന് ഉണ്ടാക്കാൻ പറ്റും. നല്ല രുചിയാണ് കേട്ടോ ഈ ഏത്തക്ക പുഴുക്ക്. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സമ്മന്തിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇപ്പോൾ ഏത്തക്ക 4ആയിട്ട് മുറിച്ച ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിനകത്തായിട്ട് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിനകത്തോട്ട് ഇട്ട ശേഷം ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏത്തക്ക പുഴുക്ക് പുതിയതൊന്നുമല്ല, അങ്ങനെ ഒന്നര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 3-4 വിസിലിട്ട് വേവിച്ചാൽ മതി. നല്ലപോലെ ഏത്തക്ക വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് വേവുമ്പോഴത്തേക്ക് നമുക്കൊരു സമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ സമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി, 3-4 കൊച്ചുള്ളി, 2-3 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കാന്താരി അല്ലെങ്കിൽ പച്ചമുളകായാലും മതിയേ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സിക്കകത്തോട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കുമല്ല, ഇച്ചിരി ഒന്ന് അരച്ച് തന്നെ എടുക്കണം. ഒത്തിരി അരയ്ക്കേണ്ട, ഒന്ന് കോഴ്സായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ കണ്ടില്ലേ, ഇത്രയും അരച്ചാൽ മതി. അരച്ച ശേഷം ഇത് പാത്രത്തിനകത്തോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം ഇതിനകത്ത്. പിന്നെ ഉപ്പും കൂടെ ചേർക്കണേ, ആവശ്യത്തിനനുസരിച്ച് ഉപ്പൂടെ ചേർക്കണം. തൈര് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സമ്മന്തിയാണ്. ഏത്തക്കയുടെ ആ പുഴുക്കിനും ഒക്കെ, നിങ്ങൾ കപ്പ പുഴുക്കിനൊക്കെ നല്ല രുചിയാണിത്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഈ സമ്മന്തി. അങ്ങനെ ഏത്തക്കയെല്ലാം വെന്ത് നല്ല പോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലയോ? അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എപ്പോഴും നമ്മൾ ഒരേ സാധനം കഴിക്കാതെ ഇതൊക്കെ ചെയ്യുമ്പം അതുമാത്രം നല്ല ആരോഗ്യവും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടി ആരാ നോക്കിയാൽ നമ്മുടെ വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി നമ്മൾ റൗണ്ടായിട്ട് അരിഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് നാരങ്ങ നീക്കാൻ പറ്റും. അപ്പോൾ വാഴപ്പിണ്ടി വെച്ച് ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നോക്കിയാലേ ഇതിനകത്തെ ഒരു പ്രധാന ഐറ്റം ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വാഴപ്പിണ്ടി റൗണ്ടായിട്ട് അരിഞ്ഞ് അതിൻ്റെ നാരൊക്കെ മാറ്റി വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പം നാര് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. നാരുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥയുണ്ട്, അതിന് വേണ്ടിയാണ് നാര് മാറ്റുന്നത്. അപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വേറൊരു സാധനം കടലപ്പരിപ്പാണ്. കുറച്ച് കടലപ്പരിപ്പ് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി അതൊന്ന് 2 വിസിലടുപ്പിച്ചാൽ മതി, കുതിർക്കൊന്നും വേണ്ട. അപ്പോൾ വാഴപ്പിണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുനുകുനാന്ന് അരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഴപ്പിണ്ടി വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും ഇങ്ങനെ കടലപ്പരിപ്പോ വൻപയറോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പരിപ്പോ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക രുചി ഉണ്ടാകും. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അരപ്പിന് വേണ്ടിയുള്ള കുറച്ച് തേങ്ങ നമുക്കിനി എടുക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, വെളുത്തുള്ളി, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഒതുക്കിയെടുത്താൽ മതി, ചതച്ചെടുത്താൽ മതി. അപ്പോൾ അടുത്തായിട്ട് അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടപ്പയിലോട്ട് വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നാടൻ പരിപാടിയായതുകൊണ്ട് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം കടുകും നമ്മുടെ ഉഴുന്ന പരിപ്പൊക്കെ ഒന്ന് കടുക് വരൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ വാഴപ്പിണ്ടി നല്ലപോലെ കഴുകി ഒരു 3-4-5 വട്ടമെങ്കിലും കഴുകി ഞാനൊരു വാല വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയാണ് എടുക്കുന്നത്. അതിന് കറയിടയ്ക്ക് ഇതുള്ളതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകി അത് വാല വെക്കണം. ഒരു ഓട്ടപാത്രത്തിനകത്തോടെ എല്ലാം വാല വെച്ചാൽ മതി. അപ്പോൾ ഈ നല്ല കടുക് എല്ലാം മൂത്ത് വന്ന ശേഷം, കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് കഴുകി വാല വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനിടയ്ക്ക് നമ്മുടെ അരപ്പും റെഡിയാക്കി വെക്കണം. അരപ്പ് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി, ഒത്തിരി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി അരച്ചാൽ അത്ര രുചി പോരാ. അപ്പം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് കണ്ടില്ലയോ, ഇത്രേ വേവാവും. ഒത്തിരി വെന്തുടയാൻ പാടില്ല. 1-2 ഇങ്ങനെ നമുക്കൊന്ന് കടിക്കണം. ഇടയ്ക്കിടയ്ക്ക് തോരൻ കഴിക്കുമ്പോൾ കടലപ്പരിപ്പ് ഇങ്ങനെ നമുക്കൊരു കടിക്കാൻ കിട്ടണം. അപ്പോൾ അത് നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു അതിനകത്തോട്ട്. മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതുവരെ നമ്മുടെ ഉപ്പ് ഇട്ടിട്ടില്ലേ, ഉപ്പിടാണ്ട, അവസാനം ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇതൊക്കെ കണ്ടി അരപ്പൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കടലപ്പരിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ അരപ്പൂടെ അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒത്തിരി ഇറങ്ങും. അപ്പം ഈ സമയമാകുമ്പോൾ ഉപ്പിട്ടാൽ മതി. അപ്പം നല്ല വെള്ളമൊക്കെ ഒന്ന് ഇതായി തോർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ സാധനമൊക്കെ ഇളക്കി ഈ റെസിപ്പി നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൂടെ ഇട്ട് ഇനി അടച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വാഴപ്പിണ്ടി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ വയറ്റിലെ പ്രയാസങ്ങൾക്കും വയറ്റിലെ മുടി അഴുക്കൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വാഴപ്പിണ്ടി തനിയെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും പയർ വർഗ്ഗങ്ങളോ പരിപ്പ് വർഗ്ഗങ്ങളോ ചേർത്ത് കഴിഞ്ഞാൽ അത് രുചി പ്രത്യേകം കൂടും. അപ്പോൾ നമ്മുടെ ചോറും വാഴപ്പിണ്ടിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.